യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ സിറ്റി. സാന്റിയാഗോ ബെർണബ്യൂവിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു സിറ്റിയുടെ വിജയം. മത്സരത്തിൽ ആദ്യം മുന്നിലെത്തിയത് റയലായിരുന്നു. 28-ാം മിനിറ്റിൽ മികച്ച ഫിനിഷിങ്ങിലൂടെ റോഡ്രിഗോ റയലിന് ലീഡ് നൽകി. എന്നാൽ ആ ലീഡിന് അധികം ആയുസ് ഉണ്ടായില്ല. 35-ാം മിനിറ്റിൽ ഓറെയിലിയുടെ ഗോളിൽ സിറ്റി മത്സരത്തിൽ ഒപ്പമെത്തി. ആദ്യ പകുതിക്ക് പിരിയും മുൻപ് പെനാൽറ്റിയിലൂടെ എർലിംഗ് ഹാലൻഡ് വിജയമുറപ്പിച്ച ഗോളും നേടി. റയൽ കീപ്പർ തിബോത്ത് കോർത്തയുടെ മികച്ച സേവുകളാണ് റയലിനെ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 54% ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. 11 ഷോട്ടുകളാണ് മാഞ്ചസ്റ്റർ സിറ്റി ആകെ തൊടുത്തത്. 7 ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നു. 409 പാസുകൾ 88% കൃത്യതയോടെ മാഞ്ചസ്റ്റർ സിറ്റി പൂർത്തിയാക്കി. 17 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് ആകെ തൊടുത്തത്. എന്നാൽ 2 മാത്രമായിരുന്നു ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. 384 പാസുകൾ 88% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. ഈ വിജയത്തോടെ 6 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റുമായി മാഞ്ചസ്റ്റർ സിറ്റി ലീഗ് ഫേസിൽ 4-ാം സ്ഥാനത്തേക്ക് എത്തി. റയൽ മാഡ്രിഡ് 12 പോയിന്റുമായി 7-ാം സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.